നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ലക്ഷ്മിയമ്മയും കൂട്ടി സേതുവും പല്ലവിയും മിത്രനും ഒക്കെ അങ്ങോട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് മയൂരി ലക്ഷ്മിയമ്മയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാൻ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ, അല്ലേ ഞാൻ അമ്മയെ കൊണ്ടുപോയാണെന്ന് പറഞ്ഞു. ലക്ഷ്മിയമ്മ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ലക്ഷ്മിയമ്മയെ പതുക്കെ പിടിച്ച് കാറിനകത്തേക്ക് കയറ്റി സേതുവും പല്ലവി എല്ലാവരും കൂടെ ചേർന്നിട്ട് അതിനുശേഷം സേതു മയൂരിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട, അമ്മയ്ക്ക് ഒന്നിനും ഒരു കുറവ് സംഭവിക്കില്ല, ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാന്ന് പറയണം. അപ്പോഴേക്കും ഏട്ടാന്നും പറഞ്ഞ് മയൂരി സേതുവിനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവരങ്ങോട്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത് പല്ലവി പറഞ്ഞു, എന്നാ ശരി ഞങ്ങൾ പോയിട്ട് വരട്ടെ മയൂരി എന്നൊക്കെ പറയണം. അവരങ്ങോട്ട് പോയി. ആ സമയത്ത് മൂർത്തി മയൂരിയോട് പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, ഒന്നും അല്ലെങ്കിൽ സേതു അല്ലേ കൊണ്ടുപോയിരിക്കുന്നേ, സേതുവിന്റെ കൈകളിൽ സുരക്ഷിതയായിരിക്കും ലക്ഷ്മി മാഡത്തിന് ഇനി ഒരു ആപത്ത് സംഭവിക്കാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞ് മയൂരിയെ ആശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ അവർ നേരെ ഒരു വീടിന്റെ മുന്നിലേക്ക് വന്നു നിന്നു. അവിടെ ശ്രീഹരി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീഹരിച്ചു, ഇതെന്താ സേതുവേട്ട ഇത്ര താമസിച്ചേ? അതെ, ഡിസ്ചാർജ് ആവാൻ കുറച്ച് താമസം പിടിച്ചെന്ന് പറയണം. അങ്ങനെ ലക്ഷ്മി അമ്മയെ കാറിൽ നിന്ന് പതുക്കെ പിടിച്ച് പുറത്തേക്ക് ഇറക്കി. അങ്ങനെ കയ്യെ പിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു വോക്കി സ്റ്റിക്ക് ലക്ഷ്മിയമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. ലക്ഷ്മിയമ്മ പറഞ്ഞു, എന്റെ കയ്യെ പിടിക്കണ്ട, ഞാൻ നടന്നോളാന്ന് പറയാ. പിന്നീട് ശ്രീഹരിയോട് ചെവിടെ എന്റെ മുറിയെന്ന് ചോദിക്കണം. ശ്രീഹരി മുറി കാണിച്ചു കൊടുക്കാൻ അങ്ങോട്ട് പോയി. വേറെ കൂടുതലായിട്ടൊന്നും ലക്ഷ്മിയമ്മ സംസാരിച്ചു പോലില്ല. ആ സമയം സേതുവിന് ഭയങ്കര ടെൻഷനായിരുന്നു. സേതുവിന് ടെൻഷൻ കണ്ടപ്പോ പല്ലവിച്ചു, എന്താ സേതുവേട്ടാ, സേതുവേട്ടൻ എന്താ ഇത്ര ടെൻഷൻ? കണ്ടില്ലേ, അമ്മയുടെ മുഖം കണ്ടില്ലേന്ന് ചോദിക്കുക. ഓ, അമ്മയെ ഓർത്തിട്ടാണോ? അമ്മ ഇതുവരെയായിട്ടും അമ്മ നേരെ ചൊവ്വ ഒന്ന് സംസാരിച്ചോ? അമ്മ ഒരു ജീവച്ഛവം പോലെ ഇങ്ങനെ നിൽക്കുമല്ലായിരുന്നോ? അത് മാത്രമല്ല കാറിലിരുന്നപ്പോ എന്തായിരുന്നു, ഒരു വാക്കെങ്കിലും സംസാരിച്ചോ? മോനെ ഒന്ന് വിളിക്കുമെങ്കിലും ചെയ്തോ? അതാണോ സേതുവേട്ടന്റെ പ്രശ്നം എന്നും പറഞ്ഞോണ്ട് സേതുവിനകത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് പല്ലവി അവിടെ പിടിച്ചിരുത്തി. സേതുവേട്ടൻ ഇവിടെ ഇരിക്കുക. അമ്മയുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് സേതുവേട്ടൻ അറിയാലോ, നല്ല മാനസിക സംഘർഷത്തിലാണ്. എന്നാലും ഈ ചുറ്റും നടക്കുന്നൊന്നും കാണുന്നില്ലാത്ത പോലെയല്ലേ അമ്മയുടെ പെരുമാറ്റം. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പല്ലവി. സാരമില്ല സേതുവേട്ടാ, സേതുവേട്ടൻ ഒന്ന് ക്ഷമിച്ച് മുന്നോട്ട് പോ, കുറച്ച് കഴിയുമ്പത്തേനും അമ്മ ഓക്കെ ആയിക്കോളും. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് സേതുവേട്ടൻ ആ സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റും. കാരണം സേതുവേട്ടന്റെ അമ്മ സേതുവേട്ടനെ പൊന്നുപോലെ നോക്കും. നിങ്ങൾ അമ്മയും മോനും തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടാവും, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കോ പല്ലവി? സംഭവിക്കൂന്നേ. ഇപ്പം അമ്മയുടെ വഴിക്ക് കുറച്ച് ദിവസത്തേക്ക് വിട്ടേക്കുക. അമ്മ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. കാരണം അമ്മയുടെ മനസ്സിൽ അത്രയ്ക്ക് മാനസിക സംഘർഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ട് ജീവിതം തകർന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മളായിട്ട് അതിനിടയ്ക്കേക്ക് സ്ട്രെസ് കൊടുക്കാണ്ട് ചെല്ലലെന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, അമ്മയടുത്ത് സേതുവായിട്ട് നിൽക്കുക, ഞാൻ പൊന്നുമടത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രീഹരിയോടൊപ്പം പല്ലവി പൊന്നുമടത്തിലേക്ക് പോന്നു. അങ്ങനെ പല്ലവിയും ശ്രീഹരിയും കൂടെ വരുന്ന സമയത്ത് പൂർണ്ണിമ ചോദിച്ചു, അല്ല എന്തിയെ സേതു എന്തേന്ന് ചോദിക്കണം. അപ്പൊ പ്രതാപനും ഋതു അച്ചൊക്കെ അവിടെ ഉണ്ട്. ആ സമയം പല്ലവി പറഞ്ഞു, അല്ല സേതുവേട്ടനോടൊപ്പം, അല്ല സേതുവേട്ടൻ ആ ലക്ഷ്മിയമ്മയോടൊപ്പം ആന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം പൂർണ്ണിമ പറഞ്ഞു, അതെ ലക്ഷ്മി ഇത്ര അടുത്തേക്ക് കൊണ്ട് താമസിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു പറയണം. അത് കേട്ടപ്പോ അച്ചു പറഞ്ഞു, എന്താണല്ലോ ഞങ്ങൾക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല, ഞങ്ങളുടെ അച്ഛന്റെ ഭാര്യ ഞങ്ങളുടെ അമ്മ തന്നെയാണ്, വേറെ ആരും ആ സ്ഥാനത്തേക്ക് വരുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യം ഇല്ലെന്ന് പറയണം. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, എന്താ അച്ചു നീ ഇങ്ങനെയൊക്കെ പറയണേ? ആരോരും ഇല്ലാത്ത അമ്മയെ ജീവിതത്തിലേക്കൊന്ന് കൈപിടിച്ച് കയറ്റാണ് ഇപ്പൊ സേതുവായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇനി ഒരു ആത്മഹത്യയിലേക്ക് വിടാനായിട്ട് സേതുവാടിന് കഴിയില്ല അമ്മയെ. അതിനു വേണ്ടിയിട്ട് സേതുവായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇങ്ങോട്ടേക്ക് കയറി വരാനോ ഇവിടുത്തെ സ്വത്തുക്കളൊന്നും അടിച്ചെടുക്കാനോ ഒന്നും ആ പാവ അമ്മ ശ്രമിക്കില്ല. അതും പറഞ്ഞിട്ട് പല്ലവി അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും പ്രതാപൻ പൂർണ്ണിമയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, എന്താണെങ്കിലും ചേച്ചിയുടെ കസേര തെറിക്കുന്ന പണിയായി കാണിച്ചു വെച്ചിരിക്കുന്നവര്. അവരിനി ഇങ്ങോട്ടെങ്ങാനും കയറി വന്നിട്ടുണ്ട് ചേച്ചി വീട്ടിൽ നിന്ന് പുറത്താ, അറിയാലോ, ചേച്ചിയായിട്ട് ചേച്ചിയുടെ സ്വന്തം കുഴി തോണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത്. അതും പറഞ്ഞിട്ട് പ്രതാപനും അങ്ങോട്ടും മാറിക്കഴിഞ്ഞപ്പം പൂർണ്ണമിക്ക് നല്ല ടെൻഷനായി. അതേസമയം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെന്നു. രാജലക്ഷ്മിയോട് അമ്മയ്ക്ക് എന്നോട് എന്താ പഴയതുപോലെ സ്നേഹമൊന്നും ഇല്ലാത്ത? എനിക്ക് എല്ലാവരുടെ സ്നേഹമൊക്കെ ഉണ്ട്, പിന്നെ വെറുതെ കള്ളത്തരം പറയരുത്. എടാ നീ വന്ന കാര്യം എന്താ വെച്ചാൽ പറ, എനിക്ക് ചില ഉപദേശങ്ങളൊക്കെ അമ്മയോട് തേടാനുണ്ട്. ഉപദേശങ്ങളോ? നിനക്ക് പ്രതാപനുണ്ടല്ലോ, പിന്നെ എന്തിനാടാ ഞാന്? അമ്മേ അയാൾക്ക് അതിനുള്ള ബുദ്ധിയും ബോധമൊന്നും ഇല്ല. പിന്നെ ബുദ്ധിയും ബോധവും ഇല്ല പോലും. അല്ല എന്താ കാര്യം എന്താ? അമ്മ എനിക്ക് ചില ഉപദേശങ്ങളൊക്കെ തരണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അതെ എനിക്കിപ്പോ പാറുണ്ട് കാര്യം നോക്കാൻ പോലും സമയമില്ല, അതിനിടയ്ക്ക് നിനക്ക് ഉപദേശം തരാൻ സമയമില്ലെന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ പറയരുത്, അമ്മയ്ക്കറിയാലോ അമ്മയുടെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ വരത്തില്ലേ, അതുപോലെ ഒരു പ്ലാൻ പറഞ്ഞു തരണം. ആ മഹാലക്ഷ്മി എന്താണെങ്കിലും പൊന്നുമടത്തിനടുത്തേക്ക് താമസിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തേലും ചെയ്ത് ആ മഹാലക്ഷ്മിയെ ഒന്ന് അകറ്റണം.
പൂർണിമയും അവരെയും തമ്മിൽ അടുപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അത് കേട്ട് കഴിഞ്ഞപ്പം രാജേഷ്മി ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ കുബുദ്ധിന്ന് ഉപദേശിച്ചിരുന്നേ പാറിന് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യത്തില്ല. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം എന്ത് പറഞ്ഞാലും ഒരു പാറും. എന്നാലും ഞാൻ പറയാം, തൽക്കാലത്തേക്ക് നീ ഒന്നും ചെയ്യണ്ടാന്ന് പറയണം. ഒന്നും ചെയ്യണ്ടാന്നോ? ഇത്ര അടുത്ത് വരെ എത്തിയതല്ലേ ലക്ഷ്മി. ഇനിയിപ്പൊ അവര് തമ്മിലുള്ള പ്രശ്നം താനെ ഉണ്ടായിക്കോളും. എടാ, നീ അതിനകത്തേക്ക് ഇടപെടാൻ പോണ്ട. അതൊക്കെ എന്താന്ന് വെച്ചാൽ അതിന്റെ വഴിയെ തന്നെ നടന്നോളൂ എന്ന് പറയണം. അപ്പൊ ഞാൻ ഇടപെടണ്ടെന്നാണോ പറയുന്നത്? ഇടപെടണ്ടെന്ന് പറയാണ്. അത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, അമ്മ പറഞ്ഞ പിന്നെ ഞാൻ ഇടപെടുന്നില്ല, ഞാൻ മാറി നിന്ന് കളി കാണാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോയി. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സേതു കുറച്ച് കഞ്ഞിയൊക്കെ ആയിട്ട് ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അമ്മയെ കഞ്ഞി കുടിക്കാൻ പറയണ. ലക്ഷ്മിയമ്മ ഒന്നും മിണ്ടാതിരിക്കണം. അമ്മ എന്താ അമ്മേ? അമ്മ ഇങ്ങനെ വിശപ്പും ദാഹമൊന്നും ഇല്ലാതിരുന്ന എങ്ങനെ ശരിയാന്നേ? എന്നാണെങ്കിലും ഞാൻ അമ്മയ്ക്ക് കഞ്ഞി വാരി തരിക തന്നെ ചെയ്യും. അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ എനിക്ക് അമ്മ കുറെ വാരി ഉണ്ടായിരിക്കുമല്ലോ, എനിക്കതൊന്നും ഓർമ്മയില്ല. എന്നാലും എനിക്ക് അമ്മയ്ക്ക് തരാതിരിക്കാൻ പറ്റില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയപ്പ പതുക്കെ എഴുന്നേറ്റു. എന്തിനാ എന്നോട് എന്തിനാ ഈ സ്നേഹം കാണിക്കുന്നേ? ഞാൻ മരിക്കാൻ പോയവളല്ലേ? എന്നിട്ടോ എന്നെ മരിക്കാൻ സമ്മതിച്ചോന്നൊക്കെ ചോദിക്കണം. അമ്മ എന്ത് വർത്താനം അമ്മ പറയണേ? ആർക്കും വേണ്ടെങ്കിലും എനിക്ക് എൻ്റെ അമ്മയെ വേണം. ഒരു മരണത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല. അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു, നിന്റെ അച്ഛനുണ്ടല്ലോ, നിന്റെ അച്ഛൻ എൻ്റെ കഴുത്തിൽ താലി ഇടുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചു. അദ്ദേഹത്തെ വിശ്വസിച്ചാണ് അദ്ദേഹത്തിന് മുടി ഞാൻ തല കുനിച്ചു കൊടുത്തേ. ഒടുവില് അദ്ദേഹത്തിന്റെ മനസ്സിൽ വേറൊരു പെണ്ണെന്നറിഞ്ഞ നിമിഷം ഞാൻ വല്ലാതെ ഭയന്നുപോയി, വല്ലാതെ ടെൻഷനായിപ്പോയി. പിന്നീട് അവിടെ നിന്ന് ഞാൻ ഇറങ്ങി. അതിനുശേഷം എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയെന്ന് ഞാൻ സമാധാനിച്ചു. പക്ഷെ അവിടെ ഒരു ഭാര്യയായി ദാസിയായിട്ട് നിന്നിട്ടും ഒടുവിൽ എന്നെ അവിടുന്ന് ചവിട്ടി പുറത്താക്കുകയോ ചെയ്തേ. പിന്നെ എനിക്ക് മരണം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മരിക്കാൻ ഒരുങ്ങി എന്നെ വീണ്ടും എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ? എനിക്കും മരിക്കണം, മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മ കിടന്ന് പൊലിപ്പിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്ക് സേതു ലക്ഷ്മിയമ്മയെ ചേർത്ത് പിടിച്ചു. അമ്മ ഇങ്ങനൊന്നും പറയല്ലമ്മേ, ആർക്കും വേണ്ടെങ്കിൽ എനിക്ക് അമ്മയെ വേണം. ആ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു, ഞാൻ ആർക്കും വിളമ്പി കൊടുത്തിട്ടുണ്ടെങ്കിലും ആർക്കും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിലും അവരെന്നെ തിരിഞ്ഞു കുത്തിയിട്ടുള്ളൂ. പക്ഷെ ഈ സേതു അങ്ങനെയല്ലമ്മേ, എനിക്ക് ലക്ഷ്മിയമ്മയെ വേണം, എനിക്ക് എൻ്റെ അമ്മയെ വേണം. ഒന്നുമല്ലേലും എൻ്റെ പെറ്റമ്മയല്ലേ, ഞാൻ അമ്മയെ തള്ളിക്കളയില്ലെന്നും പറഞ്ഞ് സേതു ലക്ഷ്മിയമ്മയെ ചേർത്ത് പിടിച്ചു. പിന്നീട് പല്ലവി മുറിയിലിരിക്കുന്ന സമയത്ത് അച്ചു പല്ലവിയുടെ ആ കാണാതെ പോയ പച്ചസാരി ഒക്കെ ആയിട്ട് അങ്ങോട്ട് വരുവാണ്. അത് ഇന്ദ്രനെ എടുത്തോണ്ട് പോയതായിരുന്നു. അങ്ങനെ വന്നിട്ട് പല്ലവി അടിച്ചു, ചേച്ചിയുടെയാണ് സാരി എന്ന് ചോദിക്കുകയാണ്. അതെ, ഇതെന്റെ സാരിയാ. ഈ സാരി അന്ന് ഞാൻ എത്ര അന്വേഷിച്ചു. ഞാൻ ക്യാമ്പിന് പോകുന്ന സമയത്ത് പക്ഷേ കണ്ടില്ല, വേറൊരു സാരി എടുത്തോണ്ട് പോയി. അല്ല, നീ ഇത് എടുത്തോണ്ട് പോയായിരുന്നില്ലേ? അത് കേട്ടപ്പോ അച്ചോളം, ഞാൻ എടുത്തോണ്ട് പോയില്ല. പിന്നെയോ അപ്രതീക്ഷിതമായിട്ട് അത് എന്റെ കൈ കിട്ടിയെന്ന് പറയണേ. എങ്ങനെ? പിന്നീട് ആ കാര്യം പറയുവാണ്. ഋതുവിന്റെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പം കിട്ടിയ കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ ഇത് എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. ആ കാര്യങ്ങളെല്ലാം പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി ആ സാരി തറയിലേക്ക് ഇട്ടും കൂടി ചവിട്ടി മെതിക്കുകയാണ്. കണ്ടില്ലേ ചേച്ചി, ഋതു ചേച്ചിയുടെ ജീവിതം ആകെപ്പാടെ തകർന്നു കിടക്കുക. അത് കേട്ടപ്പോഴത്തേനും പല്ലവി പറഞ്ഞു, ഞാനിത് വെറുതെ വിടാൻ പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരു കാരണവശാലും ഋതുവിന്റെ ജീവിതം തരാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ പോലെ ഒരു ദുഷ്ടന് പണി കൊടുത്തേ മതിയാവുള്ളൂ. അവൻ ഇത്രയ്ക്ക് വൃത്തികെട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു പല്ലവിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അത് അപ്പുറം വരുന്നത്. പിന്നീട് ഇന്ദ്രനും പ്രതാപനും പൂർണിമയൊക്കെ കഴിക്കാതിരിക്കുകയാണ്. അപ്പോഴേക്കും പല്ലവി അങ്ങോട്ട് വന്നു. പല്ലവിയെ കണ്ടു കഴിഞ്ഞപ്പോൾ പൂർണിമ വെച്ചു, അല്ല മോൾ ഇന്ന് എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, പോണം, ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് പോകണം, സേതുവേട്ടൻ തനിച്ചല്ലേ ഉള്ളൂ അവിടെ. അത് കേട്ടപ്പോൾ പൂർണിമ ഇങ്ങനെ നോക്കി. ആ സമയത്ത് ഇന്ദ്രൻ പ്രതാപനോട് പറഞ്ഞു, ഇവളുടെ പോക്ക് തടയണമെന്ന് പറയണേ. എന്തിന്? അവൾ വിളിച്ചു കേട്ടില്ലേ സേതുവേട്ടനെന്ന്. അവളുടെ സേതുവേട്ടൻ്റെ അടുത്തേക്ക് അവൾ പോകാൻ പാടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. കാര്യമൊക്കെ ഞാൻ പിന്നീട് പറയാം, കഴിക്കാൻ പറയണം. ആ സമയത്ത് ഋതുവിനോട് പൂർണ്ണം പറഞ്ഞു, ഋതു നീ ഇരുന്ന് കഴിക്കാൻ പറയണ. ഋതു ആ സമയത്ത് ഇന്ദ്രനെ തന്നെ നോക്കുവാണ്. കാരണം ഇന്ദ്രൻ പല്ലവിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഋതു കാണുന്നത്. ഋതുവിന് മനസ്സിലായി ഇവന്റെ മനസ്സിൽ ഇപ്പോഴും പല്ലവി തന്നെയാണ്, ഒരു മാറ്റവും വന്നിട്ടില്ലെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.